പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. നമ്മളൊക്കെ ഒരുപാട് ദുആ ചെയ്യുന്നവരുമാണ്. ഖുർആനിൽ അല്ലാഹുമ്മ എന്നുകൊണ്ട് തുടങ്ങുന്ന 5 ദുആകളുണ്ട്. ഏതൊക്കെയാണ് നമുക്കൊന്ന് കേട്ടാലോ? അതോടൊപ്പം തന്നെ ഈ ദുആകൾ പറഞ്ഞാൽ കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കേൾക്കാം. ഖുർആനിലെ അല്ലാഹുമ്മ എന്നുകൊണ്ട് തുടങ്ങുന്ന ഒരു ദുആ, ഈ ദുആ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അർശ് കുലുങ്ങി നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടും. വിഷമങ്ങൾ മാറി, വിഷമങ്ങൾ കരിച്ചു കളഞ്ഞ് സന്തോഷം നമുക്ക് പരത്തി കിട്ടുന്ന ഒരു ദുആയാണ്. മാത്രമല്ല ജിബ്രീലിന്റെ ദുആയാണെന്ന് പോലും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയ അത്ഭുതകരമായ ഒരു ദുആ ഖുർആനിലുണ്ട്. അതേതാണെന്ന് കേട്ടാലോ? മഹാനായ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു അത്ഭുതകരമായ ദുആയുണ്ട്. ഒരു മനുഷ്യൻ ഈ ദുആ ചെയ്താൽ അവൻ്റെ ജീവിത വിഭവങ്ങളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമെന്നാണ്. ഏതാണ് ആ ദുആ? എപ്പോഴാണ് ചെയ്യേണ്ടത്? വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. പരിശുദ്ധമായ ഖുർആൻ നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഓതുന്നവരാണ്. ഇനി ഖുർആൻ എടുത്ത് നമ്മൾ ഓതുന്നില്ല എങ്കിലും നിസ്കാരത്തിൽ നമ്മൾ ഫാത്തിഹയും അതല്ലാത്ത സൂറത്തൊക്കെ ഓതാറുള്ളവരാണ്. അപ്പോൾ ഖുർആൻ ഓതാത്ത ഒരു ദിവസം പോലും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല. ഈ ഖുർആനിൽ എന്താണ് അള്ളാഹു പറയുന്നത്? ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഖുർആനിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഖുർആനിൽ നരകത്തെപ്പറ്റി പറയുന്നു, സ്വർഗത്തെപ്പറ്റി പറയുന്നു, ലോക അവസാനത്തിൻ്റെ അടയാളങ്ങളെപ്പറ്റി പറയുന്നു. അതുപോലെ തന്നെ നന്മയായ കാര്യങ്ങൾ, അതുപോലെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ ഒക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു തആല പറയുന്ന ഒരു കാര്യമാണ് വിശുദ്ധമായ ഖുർആനിൽ ദുആകൾ ഒരുപാടുണ്ട്, പ്രാർത്ഥനകൾ, ദുആകൾ ഒരുപാടുണ്ട്. ഈ പ്രാർത്ഥനകൾ, ഖുർആനിലെ ദുആകൾ എടുത്തു നോക്കിയാൽ 3 വിധമാണ്. 3 രൂപത്തിലാണ് ഖുർആനിലെ ദുആകൾ വന്നിട്ടുള്ളത്. ദുആകൾ അത് പ്രവാചകന്മാർ ചെയ്ത ദുആയുണ്ട്, മഹത്തുക്കളായ ആളുകൾ ചെയ്ത ദുആയുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധമായ ദീനിൻ്റെ ശത്രുക്കൾ ചെയ്ത ദുആകൾ പോലും ഖുർആനിൽ എടുത്ത് പറയുന്നുണ്ട്. ഫിർഔനെ പോലത്തെ ആളുകളൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പല സ്ഥലത്തും പറയുന്നുണ്ട്. അപ്പോൾ ഈ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്ന ദുആകൾ അത് 3 രൂപത്തിലാണ്. ഒന്നാമത്തേത് റബ്ബനാ എന്ന് തുടങ്ങുന്ന ആ ഒരു വാക്യം കൊണ്ട് തുടങ്ങുന്ന ദുആയാണ്. റബ്ബന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ രക്ഷിതാവേ, പടച്ചവനെ, ഞങ്ങളുടെ അല്ലാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ നാഥ എന്നാണ് റബ്ബന എന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാർ, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ എണ്ണി നോക്കിയാൽ ഒരുപാട് പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള, ചെയ്തിട്ടുള്ള ദുആകൾ വിശുദ്ധമായ ഖുർആനിൽ കാണാം. ഉദാഹരണം പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ദുആയാണ് റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി പറഞ്ഞ ദുആയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ദുആയുണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലെ, ഇങ്ങനെ റബ്ബന എന്ന് തുടങ്ങുന്ന ഒരുപാട് ദുആകൾ, ഏകദേശം 40-ലധികം ദുആകളുണ്ടെന്നാണ്. 40-ലധികം ദുആകൾ റബ്ബന എന്ന വാക്കുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ഉണ്ട്. പിന്നെ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അതുപോലെ തന്നെ റബ്ബന വജഅൽനാ മുസ്ലിമീന ലക എന്നൊക്കെ പറഞ്ഞിങ്ങനെ റബ്ബന എന്നുകൊണ്ട് തുടങ്ങുന്ന ഒരുപാട് ദുആകളുണ്ട്. അതുപോലെ മറ്റൊരു ദുആയാണ് റബ്ബി എന്ന് പറഞ്ഞ്, റബ്ബി എൻ്റെ രക്ഷിതാവേ. റബ്ബന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഒരു ബഹുവചനമായിട്ട് പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ. റബ്ബി എന്ന വാക്കുകൊണ്ട് തുടങ്ങുന്ന ദുആകളുണ്ട്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. റബ്ബിർഹം, റബ്ബി എന്ന് പറഞ്ഞാൽ എൻ്റെ രക്ഷിതാവേ എന്നാണ് അവിടെ അർത്ഥം. എൻ്റെ അല്ലാ, എൻ്റെ നാഥ എന്നാണ്. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ഒരു വിഭാഗം ദുആയാണ് അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ദുആ. അല്ലാഹുമ്മ എന്ന വാക്ക്, അല്ലാഹുമ്മ, അല്ലാഹുവേ,
അല്ലാഹുമ്മ അല്ലാഹുവേ എന്ന് വെച്ച് തുടങ്ങുന്ന ദുആകൾ വിശുദ്ധമായ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ 5 ദുആകളാണ് കാണാൻ പറ്റുക. അല്ലാഹുമ്മ എന്ന് വെച്ച് തുടങ്ങുന്ന, അല്ലാഹുമ്മ എന്നതുകൊണ്ട് തുടങ്ങുന്ന 5 ദുആകൾ വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പല ആളുകളും അശ്രദ്ധമായി പോകുന്നു, ഏതെങ്കിലുമൊക്കെ ദുആ ചെയ്തിട്ട് പോലും. അങ്ങനെയല്ല, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ദുആയാണ് ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ഖുർആനിലെ ദുആ, ഹദീസിൽ വന്ന ദുആ, മഹത്തുക്കളായ സ്വഹാബിമാര് അതുപോലെ ഔലിയാക്കൾ അവരൊക്കെ ചെയ്ത ദുആ, അതിനുശേഷമാണ് നമ്മുടെ ദുആയ്ക്ക് വരെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുആ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ദുആയാൻ, പിന്നെ ഹദീസിൽ വന്നിട്ടുള്ള ദുആയാൻ, സ്വഹാബിമാര് ചെയ്തിട്ടുള്ള ദുആയാൻ, ഔലിയാക്കന്മാർ ചെയ്തിട്ടുള്ള ദുആയാൻ. അപ്പോൾ ഈ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള അല്ലാഹുമ്മ എന്ന ഒരു വാക്ക് കൊണ്ട് തുടങ്ങുന്ന 5 ദുആകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആയിലും നമുക്ക് ഉൾപ്പെടുത്താവുന്ന ദുആകളാണ്. അല്ലാഹുമ്മ എന്നതുകൊണ്ട് നമ്മൾ ദ്വാരക്കാരുണ്ട് അല്ലെ, അല്ലാഹുമ്മ എന്നതുകൊണ്ട് ഒരുപാട് ദുആയുണ്ട്. പക്ഷെ ഖുർആനിൽ അല്ലാഹുമ്മ എന്നതുകൊണ്ടുള്ള തുടങ്ങുന്ന ദുആകൾ 5 എണ്ണം മാത്രമേ ഉള്ളൂ. ഖുർആനിൽ അല്ലാത്ത ഒരുപാട് ദിക്റുകളുണ്ട്, ദുആകളുണ്ട് അല്ലെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി, അതേ ഒരു ദുആയാൻ ബാത്റൂമിലേക്ക് കയറുമ്പോൾ. അതുപോലെ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയുന്ന ദുആ. പള്ളിയിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക അല്ലെ ദുആ. അതുപോലെ തന്നെ നമ്മൾ ഉളു എടുത്തു കഴിഞ്ഞ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് ആ സമയത്തൊക്കെ ദുആ ഇറക്കുമ്പോൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ അല്ലെ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞിട്ടുള്ള ദുആ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ. ഇങ്ങനെ അല്ലാഹുമ്മ എന്നതുകൊണ്ട് തുടങ്ങുന്ന ഒരുപാട് ദുആകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആനിലെ അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന അല്ലാഹുമ്മ എന്ന വാക്കുകൊണ്ട് തുടങ്ങുന്ന അതിശ്രേഷ്ഠമായ ദുആകളിൽ ഒന്നാമത്തേത് ഇത് വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാനിന്റെ 26-ാമത്തെ ആയത്താണ്. 26-ാമത്തെ ആയത്താണ്. ഈ ദുആ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ, കേട്ടോ ഉമ്മമാരെ കേട്ടോ, ഈ ഒരു ദുആ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങി നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരുന്ന ദുആയാണ്. വിഷമങ്ങൾ കരിച്ചു കളഞ്ഞ് സന്തോഷം പരത്തുന്ന അത്ഭുതകരമായ ദുആയാണ്. ജീവിതത്തിൽ നിന്ദ്യത അനുഭവിക്കുന്ന ആളുകളുണ്ട്, കടം അനുഭവിക്കുന്ന ആളുകളുണ്ട്, ജോലി വിഷമിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ വിവാഹം ശരിയാവാത്ത ആളുകളുണ്ട്, വീടില്ലാത്ത ആളുകൾ. ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചായി പോകുന്ന, മറ്റുള്ളവരുടെ മുന്നിൽ വില പോകുന്ന ചില അവസ്ഥയിലൂടെയൊക്കെ പലപ്പോഴും നമ്മൾ കടന്നു പോവാറുണ്ട്. ഇതുപോലത്തെ പ്രതിബന്ധങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ ഒരു ദുആ നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തണം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആയാണെന്ന് പോലും മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ ഈ ഒരു ദുആയിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാനിന്റെ 26-ാമത്തെ ആയത്ത് നമുക്കൊന്ന് നോക്കാം. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് ആ ദുആ അല്ലെ. അല്ലാഹുമ്മ എന്നുകൊണ്ട് തുടങ്ങുന്ന ദുആയാണ്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ, അല്ലാഹുവേ മാലിക്കൽ മുൽക്ക് അല്ലെ, ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവേ. അതിൻ്റെ അർത്ഥമാണ് ഈ പറയുന്നത്. ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നീ ആധിപത്യം നൽകുന്നു, അധികാരം നൽകുന്നു. അല്ലാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും അധികാരവും ആധിപത്യവും എടുത്തു കളയുന്നു. അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം നൽകുന്നു. അല്ലാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നിന്ദ്യത നൽകുന്നു. അല്ലാഹുവേ, നിന്റെ കൈവശം മാത്രമാണ് നന്മയുള്ളത്. നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇതാണ് ഈ ഖുർആനിൽ അല്ലാഹുമ്മ എന്ന് കൊണ്ട് തുടങ്ങുന്ന ആദ്യത്തെ ദുആ.
അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ഈ ദുആ നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തിയാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആയാണ്. അല്ലാഹു തആല എന്തായാലും തീർച്ചയായും നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് മറന്നു പോവല്ലേ. ഏതാണ് ദുആ? അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് ഒന്നാമത്തെ ദുആ. ഇന്ന് നമ്മൾ രണ്ടാമതായി പറയുന്നത് ഖുർആനിൽ അല്ലാഹുമ്മ എന്നുകൊണ്ടത് തുടങ്ങുന്ന രണ്ടാമത്തെ ദുആ ഏതെന്നറിയോ? ഉമ്മമാരെ ഉപ്പമാരെ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. വിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്തു സുമറിൻ്റെ 46-ാമത്തെ ആയത്ത്. സൂറത്തു സുമറിൻ്റെ 46-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഇത് ഒരു ദുആയാണ്. അല്ലാഹുമ്മ എന്നതുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ പറയുന്ന മറ്റൊരു ദുആയാണ്. ഈ ദുആ നമ്മളിൽ പല ആളുകളും പലപ്പോഴും ചെയ്യാറുള്ളവരാണ്. ഏതാണ് ആ ദുആ? ഈ ദുആ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ അവൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം കുടുംബത്തിലുണ്ടെങ്കിൽ വേഗത്തിൽ പരിഹരിക്കപ്പെടാൻ ഈ ദുആ കാരണമാണ്. മാത്രമല്ല, ഭാര്യ പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്, ഭർത്താവ് പിണങ്ങിയ ആളുകളുണ്ട്, അതുപോലെ തന്നെ സഹോദരങ്ങൾ പരസ്പരം പിണക്കം, അതുപോലെ തന്നെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അത് സഫലീകരിച്ച് കിട്ടാൻ, ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ കടന്നു പോകുന്നവരെ ഈ ഒരു ദുആ നിങ്ങൾ നിത്യമാക്കുക. ഏതാണ് ആ ദുആ? വിശുദ്ധമായ സൂറത്തു സുമറിന്റെ 46-ാമത്തെ ആയത്താണ്. അല്ലാഹുമ്മ ഫത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ഒന്നുകൂടി പറയാം. അല്ലാഹുവേ ഫത്തിറസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അല്ലാഹ്, ആലിമൽ ഗൈബി വശഹാദ, അദൃശ്യമായ കാര്യങ്ങളും ദൃശ്യമായ കാര്യങ്ങളും അറിയുന്നവനായ അല്ലാഹ്, അൻ തഹ്കുമ ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ ഭൂമിയിലുള്ള ദാസന്മാർക്കിടയിൽ, നിന്റെ ഭൂമിയിലുള്ള അടിമകൾക്കിടയിൽ അവർ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നീ തന്നെയാണ് റബ്ബേ വിധി കൽപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന ഈ ദുആ, ഉമ്മാ എൻ്റെ ഉപ്പ, ഇത് നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തിയാൽ അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിൽ സമാധാനം നൽകുന്നതാണ്. മറന്നുപോലെ കേട്ടോ. രണ്ടാമത്തെ ദുആയാണ് പറഞ്ഞത്. ഇനി മൂന്നാമതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആൻ സൂറത്തു യൂനുസിന്റെ 10-ാമത്തെ ആയത്താണ്. എന്താണ് ഈ ഒരു ദുആ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പരിധി നോക്കിയാൽ ഈ ഒരു ദുആഇന്റെ ശ്രേഷ്ഠതകൾ നമുക്ക് കാണുവാൻ പറ്റും. മാത്രമല്ല, ഒരുപാട് ഔലിയാക്കന്മാർ നിത്യമാക്കിയ ഒരു ദുആയാണ്. സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾക്ക് മാത്രം പറയാൻ പറ്റിയ ഒരു ദുആയാണ് ഇനി പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മനുഷ്യൻ ഈ ഒരു ദുആ നിത്യമാക്കി കഴിഞ്ഞാൽ അവന്റെ ബാക്കി എല്ലാ പ്രാർത്ഥനകളും ദുആകളും അല്ലാഹു സ്വീകരിക്കുന്നതാണ്. മാത്രമല്ല, ഇത് പറയുന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ അവകാശികളിൽ പെടാനും മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാനും കാരണമാണെന്നും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഏതാണ് ആ ദുആ? കേട്ടോ. സൂറത്ത് യൂനുസിന്റെ 10-ാമത്തെ ആയത്ത്. അല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് നമ്മൾ ചെയ്യാറുള്ള ദുആയാണ്. നമ്മൾ സാധാരണ ദുആ ചെയ്തിട്ട് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയൂലേ, ആ ഒരു വാചകത്തിൽ ഈ ഒരു ദുആ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ദുആ ചെയ്ത് കഴിഞ്ഞ് ദുആ അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു വാക്യം നമ്മൾ പറയാൻ മറന്നു പോകരുത്. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂനുസിന്റെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു. എന്താണ്? അല്ലാഹുമ്മ എന്നതുകൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ദുആയാണ്. അല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗ്ഗത്തിന്റെ അവകാശികൾ പറയുന്ന ദുആയാണ്. ഇത് പറയുന്ന ആൾ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്. ഈമാനോടുകൂടി നല്ല നിയ്യത്തോടെ ഇഖ്ലാസോടുകൂടി പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്നാണ്. അതായത്
സ്വർഗത്തിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിൻ്റെ അവകാശികൾ പരസ്പരം പറയുന്ന ദുആയാണ് ഈ ഒരു ദുആ. എന്താണ്? അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും അതിനകത്ത് അവർക്കുള്ള അഭിവാദ്യം സമാധാനം. അതായത് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് സമാധാനം, സലാമുൻ എന്ന വാക്കാണ് പറയുക. പിന്നെയോ അവരുടെ ദുആഇന്റെ അവസാനം ലോകരക്ഷിതാവായ അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറയുന്നവരാണ്. അപ്പോൾ നമ്മുടെ ദുആകളിൽ ഈ ഒരു ചെറിയൊരു ദുആ നമ്മൾ ദുആ ചെയ്തിട്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നാലാമതായി പറയുന്നത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ദുആയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനങ്ങൾ, ഹവാരിജുകൾ എന്ന് പറയും, ഈസാ നബിയുടെ കാലത്തുണ്ടായിരുന്ന ആളുകൾ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് ഇങ്ങനെ പ്രബോധനം ചെയ്തു. നിങ്ങൾ ഇസ്ലാമിലേക്ക് വാ, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, നിങ്ങൾ ദീനിലേക്ക് കടന്നു വാ, അള്ളാഹുൽ വിശ്വസിക്കുന്നൊക്കെ ഒരുപാട് ഇങ്ങനെ ദഅവത്ത് ചെയ്ത സമയത്ത് കുറച്ചാളുകൾ വന്നിട്ട് പറഞ്ഞു, ഈസാ നബിയെ, നിന്നെ ഞങ്ങൾ പ്രവാചകരായിട്ട് കണക്കാക്കണമെങ്കിൽ, അള്ളാഹു ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, ഇസ്ലാമിൽ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തരണം. എന്താണ് ചെയ്യേണ്ടത്? ആകാശത്ത് നിന്നും ഒരു ഭക്ഷണത്തളിക, മാഇദ എന്ന് പറയും, ഭക്ഷണത്തളിക ഞങ്ങൾക്ക് ഇറക്കി തരണം. ആ ഭക്ഷണത്തളികയിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള നല്ല ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാവണം. നിനക്കത് പറ്റുമോ? എങ്കിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാമെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് അന്നത്തെ ജനങ്ങൾ പറഞ്ഞ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആരക്കുകയാണ്. എന്താണ് ദുആരക്കുന്നത്? വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 114 ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, ഖാല ഈസാ ഇബ്നു മറിയം, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആരെന്നു പറഞ്ഞു, അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാഇ തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ വആയതൻ മിൻക വർസുഖ്നാ വഅന്ത ഖൈറുർ റാസിഖീൻ. എന്താണ് ഈ ദുആഇന്റെ അർത്ഥം? മറിയമിന്റെ മകനായ, അതായത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആരക്കുന്നു, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ആകാശത്ത് നിന്നൊരു ഭക്ഷണത്തളിക നീ ഇറക്കിത്തരണേ അല്ലാ. ഞങ്ങളിലെ ആദ്യത്തെ ആൾക്കും അതുപോലെ അവസാനത്തിലുള്ള ആളുകൾക്കും ഒരു പെരുന്നാളും നിന്റെ പക്കലിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായിട്ടൊരു ഭക്ഷണത്തളിക ഞങ്ങൾക്ക് നീ ഇറക്കിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഉപജീവനം നൽകണേ അല്ലാ. നീ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. ഇതാണ് ഈ പറഞ്ഞ ദുആഇന്റെ അർത്ഥം. ഈ ദുആ മൊത്തത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, പറഞ്ഞാൽ നല്ലതാണ്. ഇനി അത് മൊത്തം നമുക്ക് പറയാൻ പറ്റിയില്ല എങ്കിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ഇങ്ങനെ ചുരുക്കി പറഞ്ഞാലും മതി, വർസുഖ്നാ വഅന്ത ഖൈറുർ റാസിഖീൻ. അല്ലാഹുവേ നീ ഭക്ഷണം നൽകുന്നവനാണ്, അല്ലാഹുവേ നീ ഉപജീവനം നൽകുന്നവനാണ്, ഞങ്ങൾക്ക് നീ ഖൈറായ ഉപജീവനം നൽകണേ അല്ലാ. ഈ ഒരു ദുആ, അതായത് സൂറത്തുൽ മാഇദയുടെ 114 ആയത്താണ്. ആ 114 ആയത്തിന്റെ അവസാനത്തെ വാചകം ഏതാണ്? വർസുഖ്നാ വഅന്ത ഖൈറുർ റാസിഖീൻ, വർസുഖ്നാ വഅന്ത ഖൈറുർ റാസിഖീൻ എന്ന് നമ്മളിങ്ങനെ ആവർത്തിച്ച് ദുആ ചെയ്താൽ നമ്മുടെ കച്ചവടം പൊടിപൊടിക്കുന്നതാണ്. എത്ര നഷ്ടത്തിൽ പോയ കച്ചവടമാണെങ്കിലും ഉപജീവനമാണെങ്കിലും അള്ളാഹു അത് ഉയർത്തി തരുന്നതാണെന്ന് മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ നമുക്ക് വിവരിച്ച് നൽകുകയാണ്. ഇനി അഞ്ചാമതായി പറയാനുള്ളത് വിശുദ്ധമായ ഖുർആൻ സൂറത്തു അൻഫാലിന്റെ 32 ആയത്താണ്. അതായത് ഈ ദുആ പ്രവാചകന്മാരുടെ ദുആയല്ല, സ്വാലിഹീങ്ങളായ ആളുകളുടെ ദുആയല്ല, അള്ളാനെ കളിയാക്കിക്കൊണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾ ചെയ്ത ദുആയാണ്. നമ്മൾ പറയുന്നത് ഖുർആനിൽ വന്നിട്ടുള്ള അല്ലാഹുമ്മ എന്ന വാക്കുകൊണ്ട് തുടങ്ങുന്ന 5 ദുആകളാണ്. അതിൽ അഞ്ചാമതായി പറയുന്നത് ഈ ദുആ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ മുശ്രിക്കീങ്ങളെ, മക്കയിലെ കുഫാരിയങ്ങളായ ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ച സമയത്ത് അവർ നബിയെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, ഏ മുഹമ്മദ് നബിയെ, ഏ മുഹമ്മദേ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ അബൂജഹലുണ്ട്, അതുപോലെ നളർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. ഇയാളാണ് ഈ ആയത്ത് ഓതിയത്, അള്ളാഹുവിനോട് ദുആ ചെയ്തത്. എന്താ? നിന്റെ റബ്ബുണ്ടെങ്കിൽ, നബിയോട് പറയുകയാണ്, നിന്റെ റബ്ബുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കാണട്ടെ, റബ്ബ് ഞങ്ങളെ ശിക്ഷിച്ചോട്ടെ, ഖുർആൻ സത്യമാണെങ്കിൽ, നീ അള്ളാഹിന്റെ റസൂലാണെങ്കിൽ ഞങ്ങളെ അല്ലാഹു തആല കല്ലുമഴ ഇറക്കിയിട്ട് ശിക്ഷിച്ചോട്ടെ എന്നൊക്കെ ഈ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞു
എന്നാണ്. അപ്പോൾ ആ നളർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹുവിനോട് ദ്വാരക്കുന്നു, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ക മിൻ ഇൻദിക ഫംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാഇ അബ്ഇതിനാ ബിഅദാബിൻ അലീം. അല്ലാഹുവേ, നിന്റെ പക്കൽ നിന്നുള്ള ഈ കാര്യം സത്യം, അതായത് ഖുർആൻ സത്യമാണെങ്കിൽ, നബിതങ്ങൾ സത്യമാണെങ്കിൽ, ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് നീ കല്ലുമഴ വർഷിപ്പിച്ച് ഞങ്ങളെ നീ ശിക്ഷിക്കണമേ എന്ന് നബിയെ പരിഹസിച്ചുകൊണ്ട്, അള്ളാഹിനെ പരിഹസിച്ചുകൊണ്ട്, ഖുർആനിനെ പരിഹസിച്ചുകൊണ്ട് നളർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന അബൂജഹൽ എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹിനോട് ദ്വാരുന്നു എന്നാണ്. അപ്പോൾ മൊത്തം 5 ദുആകളാണ്. ഈ 5ാമത്തെ ദുആ നമ്മൾ ദ്വാരക്കേണ്ട കാര്യമില്ല. ബാക്കി 4 ദുആകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയ ദുആയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ദ്വാരക്കുന്നുണ്ട്. അപ്പോൾ ഈ ദ്വായം നമ്മൾ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ വളരെ ശ്രേഷ്ഠമുള്ള ദ്വായാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദ്വാ, ജിബ്രീലിൻ്റെ കാവൽ കിട്ടുന്ന ദ്വായൊക്കെ നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദുആകളെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ എത്രയോ കമൻറ്റുകളാണ്. ഓരോ ഉമ്മമാരും ഉപ്പമാരും ഇങ്ങനെ ഒരുപാട് ദുആവസിയത്തുകൾ പറയുന്നവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, എനിക്കിപ്പോൾ പേടിയാണ് അതൊക്കെ വായിക്കാൻ. കാരണം ഓരോ ദുആവസിയത്തിനും കൃത്യമായി മറുപടി കൊടുക്കാൻ പോലും പറ്റുന്നില്ല. അതൊക്കെ ഇങ്ങനെ കൃത്യമായി വായിച്ചെടുക്കാൻ പോലും പറ്റുന്നില്ല. ഒരുപാട് ദുആവസിയത്തുകളാണ്. അല്ലാഹുവേ പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാം ദ്വാരക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെയുണ്ടോ, അതല്ലാതെ പറഞ്ഞവരുണ്ട്. റഹ്മാനെ, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ, സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാ. മരണപ്പെട്ടുപോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. കടങ്ങൾ മാറ്റി തരണേ അല്ലാ. ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് നീ വിജയിപ്പിച്ച് തരണേ അല്ലാ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.